നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹ സാരിയുടെ ഓർഡർ സ്വീകരിച്ചാൽ കൃത്യസമയത്ത് തന്നെ സാരി തരണ്ടേ? കൃത്യസമയത്ത് തന്നെ സാരി കൊടുക്കും. എന്താ നിനക്ക് സംശയമുണ്ടോ? അമ്മേ നമസ്കാരം. നമസ്കാരം. ഞാൻ അതും അറിയാം, മന്ത്രി ശരചന്ദ്രബാബുവിന്റെ PA അല്ലേ? അല്ലേ? അതെ. കല്യാണം എന്നാ? ഈ 10-ാം തീയതി. ദിവസങ്ങളില്ല, എങ്കിലും ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. സാരി ഞാൻ പെയിന്റ് ചെയ്ത് തന്നോളാം. ഒത്തിരി സന്തോഷം. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഓ ശരി. എന്താ അമ്മ ഇത്? സുഖമില്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്നത്? എനിക്ക് സുഖമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊരു സർഗക്രിയയാണ്. ഈ വരദാനം എന്റെ ദേവി എനിക്ക് നൽകിയതാ. വീഴുന്നത് വരെ ഞാനത് ചെയ്യും. അല്ലമ്മേ, മ്യൂറൽ പെയിന്റിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? ദേ, മേലിൽ അനാവശ്യമായ കാര്യങ്ങൾ കയറി ഇടപെട്ടേക്കരുത്. അല്ലമ്മേ, സഹായത്തിന് ആ നന്ദിനി പോലും ഇവിടെ ഇല്ല. ആരുടെയും സഹായം എനിക്ക് വേണ്ട. എനിക്ക് ചെയ്യാൻ അറിയാം. ഞാൻ വരയ്ക്കും, ഈ പ്രായത്തിലും. അതെന്റെ ആത്മവിശ്വാസമാ. അമ്മേ, എന്റെ ദേവി, ഈ കലാവിരുത് എന്റെ കൈവിട്ടു പോവാണോ? അതോ മനസ്സ് നേരെ നിൽക്കാഞ്ഞിട്ടാണോ? എന്താ അമ്മേ, നല്ല ക്ഷീണമുണ്ടല്ലോ? ക്ഷീണമല്ല, മനസ്സ് നേരെ നിൽക്കുന്നില്ല. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ ഈ അവസ്ഥയിൽ ഈ ഓർഡർ എടുക്കണ്ടെന്ന്. നിനക്കത് പറയാം, പക്ഷെ ഇത് സർഗസിദ്ധിയാ. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അവിടം കൊണ്ട് തീർന്നു. സരസ്വതി ദേവി എന്നെ കൈവിടില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മേ, അമ്മേ ഒരു കാര്യം ചെയ്, അമ്മ പറഞ്ഞതാ, ഞാൻ പെയിന്റ് ചെയ്യാം. നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ബ്രഷ് എങ്ങനെ പിടിക്കണം എന്നറിയാൻ പാടില്ലാത്തവളാ പെയിന്റിങ്ങിന് വരുന്നത്. ദേ, നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാനിതൊക്കെ ചെയ്തോളാം. മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മരുമക്കൾക്ക് പകർന്നു കൊടുത്താലേ ദേ എങ്ങനെ ഇരിക്കും. ചവിട്ടി വീഴ്ത്തിട്ട് പോയില്ലേ മരുമകള്. ഇതൊക്കെ നേരത്തെ തന്നെ ഓർക്കണായിരുന്നു. ഇപ്പൊ അനുഭവിക്ക്. എന്നെ കയറി എടാ പോടാന്നൊക്കെ വിളിച്ച തൂക്കിയെടുത്ത് ഞാൻ ലോക്കപ്പിലിടും. ഓർമ്മിച്ചോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഗൾഫ് നാടുകളില് നിങ്ങളുടെ മേച്ചിൽ പുറവെന്നും അവിടെ എന്തോ ബിസിനസ് ആണെന്നും അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീരൂപമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
കെട്ടുകണക്കിന് പണം ഉണ്ടെന്ന് കരുതി കേരളത്തിൽ വന്ന് എന്തു അങ്ങ് നടത്തിക്കളയാന്ന് നിങ്ങൾ കരുതരുത്. ദേ, ഇയാളെ പോലെ കാശ് കിട്ടിയ ആരുടെയും കാല് നക്കുന്നവരല്ല ഇവിടുത്തെ പോലീസ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് കയറി അഴിഞ്ഞാടിയാൽ അടിച്ച അണപ്പല ഞാൻ തെറിപ്പിക്കും. അത് മനസ്സിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി ഇത് ആവർത്തിച്ചാൽ കേരള പോലീസ് എന്താണെന്ന് നിങ്ങൾ അറിയും. കാർത്തിക്, ഇവർക്ക് തെറ്റായ ചില ധാരണകളുണ്ട്, അതൊന്നും തിരുത്തി കൊടുത്തതാ. നീയൊന്നും എന്നെ തിരുത്താൻ വളർന്നിട്ടില്ല. നിന്നേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ തോളിൽ തുന്നിപ്പിടിപ്പിച്ച ഏമാമാരും അവരെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും എനിക്ക് സഹായത്തിനുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി പിടിപാടുകളുണ്ടെന്നും നിങ്ങളെ കണ്ടാൽ ഈറാൻ മൂളി നിൽക്കുന്ന ദാ ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വെച്ച് എന്റെ കോർട്ടിലോട്ട് ഗെയിമിന് വന്നേക്കരുത്. ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പറന്നിറങ്ങിയിരിക്കുന്നത് എനിക്ക് നടപ്പാക്കാനുള്ള ചില ലക്ഷ്യങ്ങളോടെയാ. അത് നടപ്പാക്കിയിട്ടേ ഈ ഇന്ദ്രജ തിരികെ പോകൂ. നിന്നെ ഈ നിമിഷം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഒരൊറ്റ ഫോൺ കോൾ മതി. ഹോം മിനിസ്റ്ററും DGP ഒക്കെ നിങ്ങൾ ഒറ്റയാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ നിയമനമൊക്കെ എപ്പോ നടന്നു? മതി പരിഹസിച്ചത്. ദേ നോക്ക്, എന്റെ മാധുരിയെ കൊന്ന ഇവനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇത് ഇന്ദ്രജയുടെ തീരുമാനോ? അതിന് മാറ്റം വരണമെങ്കിൽ എന്റെ തല ഇല്ലാതാവണം. ആ സ്ത്രീയോട് മത്സരിക്കാനൊന്നും പോണ്ട. അങ്കിൾ എനിക്കൊരു പരാതി എഴുതി തന്നാ മതി. ആ സ്ത്രീയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ഇന്ദ്രജോട് എനിക്കൊരു പരാതിയില്ല. ഇത് 18 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തോളിൽ കയറി വന്ന മരക്കുരിശ. അത് ഞാൻ ചുമന്നേ പറ്റൂ. അതുപോലെ മോനോട് അങ്കിളിനൊരു ചെറിയ അപേക്ഷയുണ്ട്. എന്താ അങ്കിൾ? ഇന്ദ്രജയുടെ ആത്യന്തിക ലക്ഷ്യം എന്നെ ഇല്ലാതാക്കുക മാത്രമല്ല, പിന്നെ മീനാക്ഷി. മീനാക്ഷി ഒരു കാരണവശാലും ഇവളുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള ഇടവരരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.